പ്രിയമുള്ളവരെ, ഇന്ന് ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആണ്. എല്ലാ പുരുഷന്മാർക്കും ആശംസകൾ. ഈ പുരുഷ ദിനത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആദിലയും നൂറയുമാണ്. ആരും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അവരെക്കുറിച്ച് ഓർമ്മ വന്നത് ഈ അടുത്തിടയ്ക്ക് ഒരു ഹൗസ് വാമിങ് സംബന്ധിച്ചിട്ട് അവരെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസ് ഇപ്പോൾ കുറച്ച് മുമ്പ് കാണാനിട വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ എന്താ എന്ന് തോന്നിപ്പോയി. മറ്റൊന്നുമല്ല, നമ്മൾ പുരുഷന്മാരെ ഒഴിവാക്കുന്ന ഒരു ജീവിത രീതിയാണ് ഈ രണ്ട് കുട്ടികളും കാണിക്കുന്നത്. അപ്പോൾ അതിനെ എതിർത്ത് ഒരു പക്ഷവും അല്ല, അവരോട് ചേർന്നുകൊണ്ട് ഒരു പക്ഷവും മറ്റൊരു പക്ഷവുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ അവർക്കൊപ്പമാണ്. അവരുടെ സന്തോഷം, അവരുടെ സ്വാതന്ത്ര്യം, അതിൽ നമുക്കെന്ത് പറയാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ ആർക്കാണ് ഇത്ര ധാർഷ്ട്യമുള്ളത് എന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ട് ആ കുട്ടികൾ ഈ രീതിയിൽ ചിന്തിക്കേണ്ടി വന്നു? പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ ചിന്തയാവൂല. അവരുടെ മെഡിക്കൽ സൈഡൊന്നും ഞാൻ നോക്കുന്നില്ല. മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബന്ധങ്ങളിലേക്ക് ഒതുങ്ങപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, വീടുകളിൽ വിവാഹം കഴിഞ്ഞ് ഒരു സ്ത്രീ അവരുടെ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വിവാഹത്തിന് ശേഷം കുട്ടി ഉണ്ടാവുന്നതിന് ശേഷം കോംപ്ലിക്കേഷൻസ് തുടങ്ങും. പല ഡൈവോഴ്സ് കേസുകളും ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് ഈക്വലൈസ് ചെയ്തു പോകാൻ തയ്യാറാവാതെ ഒരാളുടെ തലയിലേക്ക് എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ട് അവരത് സഹിച്ചു എന്ന മട്ടിൽ വരുമ്പോൾ ആ സൈഡിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവും. അതായത് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അടിമയായിട്ടാണ്. ആ അടിമത്തത്തിന് അവൾ തയ്യാറല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും. ഇതൊന്നും വേണ്ട, സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാം, എല്ലാ കാര്യങ്ങളും ഈക്വലൈസ് ചെയ്ത് പോവുകയാണ്. ആരും ആരെയും കഷ്ടപ്പെടുത്തുന്നില്ല, ആരും ആരെയും അടിമപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള അടിമപ്പെടുത്തലുകൾ കണ്ടു വളർന്ന് ഇനിയുള്ള കാലഘട്ടങ്ങളിലെ കുട്ടികൾ ഇതുപോലൊരു ഫാമിലി ലൈഫിന് താല്പര്യപ്പെടില്ല. ഇതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ, ഇണയെ കണ്ടെത്താൻ ശ്രമിക്കും, ഒന്നിച്ച് ജീവിക്കും. അതിന് ആർക്കാണ് ഇത്ര പ്രശ്നം? പുരുഷന്മാരെ, സാധിക്കുമെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ സംരക്ഷിക്കുക.